ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയ ടെസ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റായ ഓഫ് മെനി ഹ്യൂസ്, നിരവധി നിറങ്ങൾ, യൂണിറ്റ് 1 നെയിംസ് ആൻഡ് നെയിംസ് എന്ന നല്ലൊരു സ്റ്റോറിയാണ്. ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്. മായ ആഞ്ചലോ, വൈവിധ്യത്തിൽ സൗന്ദര്യമുണ്ട്, ശക്തിയുണ്ട്. നെക്സ്റ്റ് ദ ഡോർവേ. മക്കൾ ആ പിക്ചർ നോക്കിയേ, എന്താ കാണുന്നേ? ഒരു മേശയിൽ ഒരു ഗ്ലോബല്ലേ, ഒരു പുസ്തകം, പിന്നെ കുറച്ച് കുട്ടികളും. ആ കുട്ടികളെ ഹെയർ സ്റ്റൈൽസ് നോക്കിയേ, എല്ലാം ഡിഫറെൻ്റ് അല്ലേ? ഫേസിൻ്റെ ഷേപ്പ് നോക്കിയേ, ഫേസിൻ്റെ ഷേപ്പിലും ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ആ കുട്ടികൾ എന്താ ചെയ്യുന്നത് മക്കളെ? ദേ ആർ എക്സാമിങ് എ ഗ്ലോബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? എല്ലാ കുട്ടികളും ഒരേ രാജ്യത്തിൽ നിന്നാണോ മക്കളെ? അല്ല അല്ലേ, ഡിഫറെൻറ്റ് കൺട്രീസ് അല്ലേ? വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്? എന്താ പറഞ്ഞിരിക്കുന്നേ? മറ്റൊരു രാജ്യത്തേക്ക് താമസം മാറുമ്പോൾ ജീവിതത്തിൻ്റെ ഒഴുക്ക് മാറുന്നു. ഒരു പുതിയ സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വ്യത്യാസം എന്തായിരിക്കാം? നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ആവും അല്ലേ? അവിടുത്തെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടണം, പിന്നെ അവിടുത്തെ ലാംഗ്വേജ്. ഹിയർ ഇസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ് ടു എ കൺട്രി. ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വേർ ഷീ യൂസ്ഡ് ടു ലിവ് ബിഫോർ. എന്താ പറഞ്ഞിരിക്കുന്നേ? ഇതാ ഒരു പുതിയ രാജ്യത്തേക്ക് താമസം മാറിയ ഒരു പെൺകുട്ടിയുടെ കഥ. അവൾക്ക് മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും വ്യത്യസ്തമായിരുന്നു ഈ സ്ഥലം. നെയിംസ് ആൻഡ് നെയിംസ്. മക്കൾ ആ പിക്ചർ നോക്കിയേ, ഒരു കുട്ടി ഒരു ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന അല്ലേ? ഈ കുട്ടിയാണ് ഇതിലെ കഥാപാത്രം. ഈ കുട്ടിയുടെ പേര് കുഞ്ഞിച്ചിരുത. അപ്പൊ നമുക്ക് ഈ സ്റ്റോറി വായിച്ചു നോക്കിയാലോ. Kunnichiruda stood at the gate, gazing at the street. She loved to look at passing vehicles and pedestrians. It was the end of winter. The air was warming up, but there was still the occasional cold wind. It had been a cold winter in New Jersey. It was only 5, but night had fallen. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നേ? കുഞ്ഞിച്ചിരുത ഗേറ്റിൽ നിന്നുകൊണ്ട് തെരുവിലേക്ക് ഉറ്റുനോക്കി. കടന്നു പോകുന്ന വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും നോക്കാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു. ശൈത്യകാലം അവസാനിച്ചു. വായു ചൂടുപിടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ന്യൂജേഴ്സിയിൽ തണുപ്പുള്ള ശൈത്യകാലമായിരുന്നു അത്. The very length of the day and night across season had puzzled Kunnichiruda. When she arrived in July, the sun set only at 8:30. The day was more than 15 hours long. Now the sun set a little before 5 and the day lasted only a little less than 10 hours. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഋതുക്കൾക്കനുസരിച്ച് പകലിൻ്റെയും യാത്രയുടെയും വ്യത്യസ്ത ദൈർഘ്യം കുഞ്ഞിച്ചിരുതയെ അമ്പരിപ്പിച്ചിരുന്നു. ജൂലൈയിൽ അവൾ എത്തിയപ്പോൾ സൂര്യൻ 8:30 മാത്രമാണ് അസ്തമിച്ചത്. പകലിൻ്റെ ദൈർഘ്യം 15 മണിക്കൂറിൽ കൂടുതലായിരുന്നു. ഇപ്പോൾ സൂര്യൻ 5 മണിക്ക് അല്പം മുമ്പ് അസ്തമിച്ചു. പകൽ 10 മണിക്കൂറിൽ താഴെ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. ഇനി അതിൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്? കുഞ്ഞിച്ചിരുത ഗേറ്റിൻ്റെ അടുത്തുനിന്ന് എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്? എന്തായിരിക്കാം മക്കളെ? ഷീ ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡിസ്ട്രിയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? കാലാവസ്ഥ എന്തായിരിക്കാം? ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിന്റർ. Next question, why did Kunnichiruda puzzle about the varying length of the day and night? എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുത ദിവസത്തിൻ്റെ വ്യത്യസ്ത ദൈർഘ്യത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലായത്? Because it was only 5, but night had fallen. This varying length of the day and night puzzled കുഞ്ഞിച്ചിരുത. ഋതുക്കൾക്കനുസരിച്ച് പകലിൻ്റെയും യാത്രയുടെയും വ്യത്യസ്ത ദൈർഘ്യമാണ് കുഞ്ഞിച്ചിരുതിയെ അമ്പരിപ്പിച്ചിരുന്നത്. കുഞ്ഞിച്ചിരിയോത. കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽഡ്.
That was Kate, her classmate. She lived just across the street. Oh, not again, Kunichirda said to herself under her breath. When will she learn to pronounce my name right? കുനിഹിച്ചിറിയോത്ത. കുഞ്ഞിച്ചിരിത ഞെട്ടിപ്പോയി. അത് അവളുടെ സഹപാഠിയായ കേറ്റ് ആയിരുന്നു. അവൾ തെരുവിൻ്റെ മറുവശത്ത് താമസിച്ചിരുന്നു. ഓ, വീണ്ടും അങ്ങനെയല്ല, കുഞ്ഞിച്ചിരിത ശ്വാസം മുട്ടി സ്വയം പറഞ്ഞു. എപ്പോഴാണ് അവൾ എൻ്റെ പേര് ശരിയായി ഉച്ചരിക്കാൻ പഠിക്കുക? This was her 6th month at school. Back in Kerala, she had only learned some English rhymes at play school, but she had picked up English with an amazing speed. Her classmates and teachers were very kind and helpful. She did not feel a stranger at all at the school. Miss Hopkins, who thought mathematics went out of the way to make her comfortable. The only thing that upset her was the way her classmate pronounced her name. Even Miss Hopkins found her name difficult to pronounce. She did try, though. She managed to get the last part right, but she still found the first part a tongue twister. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്കൂളിൽ ഇത് അവളുടെ 6ാം മാസമായിരുന്നു. കേരളത്തിൽ പ്ലേ സ്കൂളിൽ നിന്ന് അവൾ കുറച്ച് ഇംഗ്ലീഷ് റൈംസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അവൾ അതിശയകരമായ വേഗതയിൽ ഇംഗ്ലീഷ് പഠിച്ചു. അവളുടെ സഹപാഠികളും അധ്യാപകരും വളരെ ദയയുള്ളവരും സഹായകരവുമായിരുന്നു. സ്കൂളിൽ അവൾക്ക് ഒരു അപരിചിതത്വവും തോന്നിയില്ല. സഹപാഠികൾ അവളുടെ പേര് ഉച്ചരിക്കുന്ന രീതി മാത്രമാണ് അവളെ വിഷമിപ്പിച്ചത്. മിസ് ഹോപ്കിൻസ് പോലും അവളുടെ പേര് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൾ ശ്രമിച്ചു. അവസാന ഭാഗം ശരിയാക്കാൻ അവൾക്ക് കഴിഞ്ഞു. പക്ഷേ ആദ്യ ഭാഗം ഇപ്പോഴും ഒരു നാക്ക് വളച്ചൊടിക്കലാണെന്ന് അവൾക്ക് തോന്നി. ഹായ് കേറ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ഓണ്ട്. ഹായ് കേറ്റ്, കുഞ്ഞിച്ചിരുത കൈവീശി കാണിച്ചു. കേറ്റ് അമ്മയോടൊപ്പം ഷോപ്പിങ്ങിന് പോവുകയായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടിൽഡ്? എന്തിനാണ് കുഞ്ഞിച്ചിരുത ഞെട്ടിയത്? എന്തിനായിരിക്കും മക്കളെ? ബിക്കോസ് ദർ ഫ്രണ്ട് കേറ്റ് കോൾഡ് ഹെർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ്ന്റ് കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ? എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുതക്ക് ആ സ്കൂളിൽ അപരിചിതത്വം തോന്നാണ്ടിരുന്നത്? എന്തുകൊണ്ടായിരിക്കും മക്കളെ? Because her classmates and teachers were very kind and helpful. Her maths teacher, Miss Hopkins, went out of the way to make her comfortable. There were 24 students in grade 1. Kunnichirda was not the only non-American student in her class. In fact, nearly half the students belonged to immigrant families. There were students from Canada, Mexico, Italy, the UAE, Egypt and China. Kunichirda was only the Indian. എന്താ പറഞ്ഞിരിക്കുന്നത്? 1ാം ക്ലാസ്സിൽ 24 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. കുഞ്ഞിച്ചിരുത അവളുടെ ക്ലാസ്സിലെ അമേരിക്കക്കാരനല്ലാത്ത ഒരേ ഒരു വിദ്യാർത്ഥിയായിരുന്നില്ല. വാസ്തവത്തിൽ പകുതിയോളം വിദ്യാർത്ഥികളും കുടിയേറ്റ കുടുംബങ്ങൾക്ക് കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്ത്, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. കുഞ്ഞിച്ചിരുത മാത്രമാണ് ഇന്ത്യക്കാരൻ. കുഞ്ഞിച്ചിരുത ഹാഡ് കം across many Indians on the street. She had a pleasant surprise when she met Prakash. Prakash ran a confectionery near her school. Kinnichurida thought he looked remarkably like her uncle Harish. Only Prakash looked a lot older, almost as old as Muttachan. He had gazed curiously at her the first time she bought some candy from the store. കുഞ്ഞിച്ചിരുത തെരുവുകളിൽ നിരവധി ഇന്ത്യക്കാരെ കണ്ടുമുട്ടിയിരുന്നു. പ്രകാശിനെ കണ്ടുമുട്ടിയപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. പ്രകാശ് തൻ്റെ സ്കൂളിനടുത്ത് ഒരു മിഠായി കട നടത്തിയിരുന്നു. കുഞ്ഞിച്ചിരുതയ്ക്ക് തൻ്റെ അമ്മാവൻ ഹരീഷിനെ പോലെ തന്നെയാണ് തോന്നിയത്. പ്രകാശ് മാത്രമേ കൂടുതൽ പ്രായമുള്ളവനായി കാണപ്പെട്ടിരുന്നുള്ളൂ.
മുത്തച്ഛൻ്റെ അത്രയും പ്രായമില്ലായിരുന്നു. അവൾ ആദ്യമായി കടയിൽ നിന്ന് കുറച്ച് മിഠായി വാങ്ങിയപ്പോൾ അവൻ അവളെ കൗതുകത്തോടെ നോക്കിയിരുന്നു. All her classmates called him Mr. Prakash. Kunnichiruda thought it rude. Back home in Kerala, she would have called him Prakash uncle. The next time she went to the store, Prakash patted her affectionately on her head. What do people call you, dear? Kunnichiruda. Prakash eyes widened. Kunnichiruda? Kunnichiruda was delighted. Prakash uncle was the first person outside her family to pronounce her name perfectly in New Jersey. She nodded her head and beamed at him. അപ്പം എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നേ? അവളുടെ സഹപാഠികളെല്ലാം അയാളെ മിസ്റ്റർ പ്രകാശ് എന്നാണ് വിളിച്ചിരുന്നത്. കുഞ്ഞിച്ചിരുതയ്ക്ക് അത് ഒരു മര്യാദകേടായി തോന്നി. കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ അവനെ പ്രകാശ് അങ്കിൾ എന്ന് വിളിക്കുമായിരുന്നു. അടുത്ത തവണ അവൾ കടയിൽ പോകുമ്പോൾ പ്രകാശ് അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടി. മോളെ, നിന്നെ ആളുകൾ എന്താണ് വിളിക്കുന്നത്? കുഞ്ഞിച്ചിരുത. പ്രകാശിന്റെ കണ്ണുകൾ വിടർന്നു. കുഞ്ഞിച്ചിരുത? കുഞ്ഞിച്ചിരുതയ്ക്ക് സന്തോഷമായി. ന്യൂജേഴ്സിയിൽ തൻ്റെ കുടുംബത്തിന് പുറത്ത് തൻ്റെ പേര് കൃത്യമായി ഉച്ചരിച്ച ആദ്യ വ്യക്തി പ്രകാശ് അമ്മാവനായിരുന്നു. അവൾ തലയാട്ടി അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇനി നമുക്ക് സൈഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം? പ്രകാശിനെ പേര് ചൊല്ലി വിളിക്കുന്നത് അപമര്യാദയായി കുഞ്ഞിച്ചിരുതയ്ക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് മക്കളെ? ബിക്കോസ് ഇൻ ഇന്ത്യ എൽഡേഴ്സ് ആർ നോട്ട് കോൾഡ് ബൈ ദർ നെയിംസ്. ദർ ആർ കോൾഡ് ബ്രദർ ഓർ അങ്കിൾ. ദാറ്റ് ഈസ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What was Kunnichiruda's reaction when Prakash pronounced her name correctly? എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകാശ് തൻ്റെ പേര് ശരിയായി ഉച്ചരിച്ചപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ പ്രതികരണം എന്തായിരുന്നു മക്കളെ? കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ outside her family to pronounce her name perfectly in New Jersey. Prakash suddenly switched over to Malayalam. Do children still have names like Kunnichiruda? He wondered aloud. Prakash was not the first person to wonder about Kunnichiruda's name. She had faced the question several times after she became old enough to talk about it. Of course, she knew very well how she got her name. So she told him about her great-grandmother who became a school leader at the age of 18. She had only seen a fading photograph of her great-grandmother. പ്രകാശ് പെട്ടെന്ന് മലയാളം പറഞ്ഞു തുടങ്ങി. കുഞ്ഞിച്ചിരുത പോലുള്ള പേരുകൾ ഇപ്പോഴും കുട്ടികൾക്കുണ്ടോ? കുഞ്ഞിച്ചിരുതയുടെ പേരിനെ കുറിച്ച് സംശയിച്ച ആദ്യത്തെ വ്യക്തി പ്രകാശ് ആയിരുന്നില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രായമായതിനു ശേഷം അവൾ പലതവണ ആ ചോദ്യം നേരിട്ടിട്ടുണ്ട്. തീർച്ചയായും അവൾക്ക് എങ്ങനെ ആ പേര് ലഭിച്ചു എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. 18-ാം വയസ്സിൽ സ്കൂൾ അധ്യാപികയായി മാറിയ തൻ്റെ മുതുമുത്തശ്ശിയെക്കുറിച്ച് അവൾ കേട്ടിരുന്നു. തൻ്റെ മുതുമുത്തശ്ശിയുടെ മങ്ങിയ ഒരു ഫോട്ടോ മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ. കുഞ്ഞിച്ചിരുത later learned from Amma that Prakash belonged to a village not far from her town. He had arrived in America almost half a century ago. A few days before the spring break, a girl named Antoinette took admission in Kunnichiruda's class. She was from the city called Marseille in France. Her mother was working in a multinational company. She was given a new project in New Jersey, so the family had relocated. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകാശ് തൻ്റെ പട്ടണത്തിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണെന്ന് കുഞ്ഞിച്ചിരുത പിന്നീട് അമ്മയിൽ നിന്ന് മനസ്സിലാക്കി. അദ്ദേഹം അമേരിക്കയിലെത്തിയത് ഏകദേശം അരനൂറ്റാണ്ട് മുമ്പാണ്. വസന്തകാല അവധിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആന്റോനെറ്റ് എന്ന പെൺകുട്ടി കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ പ്രവേശനം നേടി. അവൾ ഫ്രാൻസിലെ മാർസെയ്ൽസ് എന്ന നഗരത്തിൽ നിന്നുള്ളവളായിരുന്നു. അവളുടെ അമ്മ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു.
ന്യൂജേഴ്സിയിൽ അവൾക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് ലഭിച്ചു. അങ്ങനെ കുടുംബം താമസം മാറി. Antoinette and Kunjichirudha soon became friends. Kunjichirudha was amazed to find that her classmates and teachers had trouble pronouncing Antoinette's name too. Most of them pronounced it as Antoinette, but Kunjichirudha learned from Antoinette that the name ought to be pronounced Ontoinette. Kunichida tried to say it that way. She found to her surprise that she got it right after a few trials. She was equally surprised to find Antoinette pronouncing her name fairly well, especially the in. Antoinette visited Kunichirida at her home a few days later. Kunichirida found to her amusement that Amma could not say Antoinette's name right. So she had to become her mother's language teacher for a moment. ആന്റോനറ്റും കുഞ്ഞിച്ചിരുതയും താമസിക്കാതെ സുഹൃത്തുക്കളായി. സഹപാഠികൾക്കും അധ്യാപകർക്കും ആന്റോനറ്റിന്റെ പേര് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് സന്തോഷമായി. അവരിൽ മിക്കവരും അത് ആന്റോനെറ്റ് എന്നാണ് ഉച്ചരിച്ചത്. എന്നാൽ കുഞ്ഞിച്ചിരുത ആന്റോനെറ്റിൽ നിന്ന് ആ പേര് ഓങ്ടനെറ്റ് എന്ന് ഉച്ചരിക്കണമെന്ന് മനസ്സിലാക്കി. കുഞ്ഞിച്ചിരുത അത് അങ്ങനെ പറയാൻ ശ്രമിച്ചു. കുറച്ചു പരീക്ഷണങ്ങൾക്ക് ശേഷം തനിക്ക് അത് ശരിയായി ലഭിച്ചതിൽ അവൾ അത്ഭുതപ്പെട്ടു. ആന്റോനെറ്റ് തൻ്റെ പേര് പ്രത്യേകിച്ച് ന് എന്ന് ഉച്ചരിക്കുന്നത് കണ്ട് അവൾക്ക് സന്തോഷമായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആന്റോനെറ്റ് കുഞ്ഞിച്ചിരുതയെ അവളുടെ വീട്ടിൽ സന്ദർശിച്ചു. അമ്മയ്ക്ക് ആന്റോനെറ്റിന്റെ പേര് ശരിയായി പറയാൻ കഴിയുന്നില്ലെന്ന് കുഞ്ഞിച്ചിരുതയ്ക്ക് മനസ്സിലായി. അതിനാൽ അവൾ ഒരു നിമിഷം അമ്മയുടെ ഭാഷാ അധ്യാപികയായി ഇരിക്കേണ്ടി വന്നു. ഇനി നമുക്ക് സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ വാസ് പ്രകാശ് സർപ്രൈസ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ടപ്പോൾ പ്രകാശ് അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ടാണ് മക്കളെ? പ്രകാശ് സർപ്രൈസ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം ബിക്കോസ് ഹെർ നെയിം വാസ് എൻ ഓൾഡ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? കുഞ്ഞിച്ചിരുത എന്ന പേര് എങ്ങനെ ലഭിച്ചു? കുഞ്ഞിച്ചിരുത ഗോട്ട് ഹെർ നെയിം ഫ്രം ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സർപ്രൈസ് കുഞ്ഞിച്ചിരുത വെൻ ആന്റോനെറ്റ് പ്രൊനൗൺസ് ഹെർ നെയിം റൈറ്റ്? ആന്റോനെറ്റ് തൻ്റെ പേര് ശരിയായി ഉച്ചരിച്ചപ്പോൾ കുഞ്ഞിച്ചിരുതയെ അത്ഭുതപ്പെടുത്തിയത് എന്താണ് മക്കളെ? Kunjichirudha was surprised because Antoinette was from a city called Marseille in France. Antoinette pronounced her name very well, especially the ñ. Next question, why do you think Antoinette was able to pronounce Kunjichirudha's name very well? എന്താ പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞിച്ചിരുതയുടെ പേര് ആന്റോനെറ്റിന് നന്നായി ഉച്ചരിക്കാൻ കഴിഞ്ഞത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? Antoinette was able to pronounce Kunjichirudha's names very well, maybe because she got it right after a few tries. നെയിംസ് ആൻഡ് നെയിംസ് എന്ന പാഠഭാഗ്യം മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.